നമസ്കാരം. നമുക്കിന്ന് ഇന്ത്യൻ നാവികസേനയുടെ മ്യൂസിയത്തിൽ പ്രദർശിപ്പിച്ചിരിക്കുന്ന മറ്റൊരു ചിത്രം പരിചയപ്പെടാം. സാഗർ പ്രഹാരി ബാൽ, ദി അൾട്ടിമേറ്റ് റെസിസ്റ്റ് ഓഫ് ഇന്ത്യൻ ഗോസ്റ്റ്. അതെ, സാഗർ പ്രഹാരി ബാലിൻ്റെ കഥ പറയുന്ന ഒരു ചിത്രമാണിത്. ഇന്ത്യൻ നാവികസേനയുടെ കീഴിലുള്ള ഒരു പ്രത്യേക സേനാ വിഭാഗമാണ് സാഗർ പ്രഹാരി ബാൽ. തീരങ്ങളെ സംരക്ഷിക്കുന്നു, രാജ്യത്തെ സുരക്ഷിതമാക്കുന്നു. ഇതാണ് സാഗർ പ്രഹാരി ബാലിൻ്റെ ആപ്തവാക്യം. ഇന്ത്യയുടെ തന്ത്രപ്രധാനമായ തുറമുഖങ്ങളെയും നാവിക ആസ്തികളെയും സംരക്ഷിക്കുക എന്നതാണ് ഇവരുടെ പ്രധാന ലക്ഷ്യം. 2008 നവംബർ 26 ഭാരതീയർക്ക് അങ്ങനെ എളുപ്പത്തിൽ മറക്കാൻ പറ്റുന്ന ഒരു ദിവസമായിരുന്നില്ലല്ലോ അത്. ഇന്ത്യയുടെ സാമ്പത്തിക തലസ്ഥാനമായ മുംബൈയിൽ നടന്ന ഭീകരാക്രമണം രാജ്യത്തിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും കറുത്ത അധ്യായങ്ങളിൽ ഒന്നാണത്. പാകിസ്ഥാൻ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ലഷ്കർ ഇ തൊയ്ബ എന്ന ഭീകര സംഘടന ആസൂത്രണം ചെയ്ത ഒരു തന്ത്രയില്ലായ്മ. കടൽമാർഗം കറാച്ചിയിൽ നിന്നും ബോട്ടിലെത്തിയ 10 ഭീകരർ മുംബൈ നഗരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഒരേ സമയം വെടിവെപ്പും ബോംബ് സ്ഫോടനങ്ങളും നടത്തി. അതിൽ പ്രധാനമായിരുന്നു താജ് ഹോട്ടലിലെ ആക്രമണം. 166-ലധികം ആളുകൾ കൊല്ലപ്പെടുകയും 300-ഓളം പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. നെറികേടിൻ്റെ ആൾരൂപമായി ഭാരതത്തിലെത്തിയ ആ ചാവാലി നായ്ക്കൾക്ക് കീഴടങ്ങേണ്ടി വന്നുവെങ്കിലും ഹേമന്ത് കർക്കറെ, വിജയ് സലാസ്കർ, അശോക് കാംതെ, സന്ദീപ് ഉണ്ണികൃഷ്ണൻ തുടങ്ങി ധീരരായ നമ്മുടെ സൈനികർ രാജ്യത്തിനായി ജീവൻ വെടിഞ്ഞു. കടൽമാർഗമുള്ള ഭീകരവാദം തടയാൻ ഒരു പ്രത്യേക സേനയുടെ ആവശ്യകത ഇന്ത്യ തിരിച്ചറിഞ്ഞ നിമിഷങ്ങളായിരുന്നു അത്. ഇതിൻ്റെ ഫലമായി അധികം താമസമില്ലാതെ 2009 തന്നെ സാഗർ പ്രഹാരി ബാൽ എന്ന പ്രത്യേക സൈനിക വ്യൂഹം നിലവിൽ വന്നു. ഇന്ന് ഇന്ത്യയുടെ സമഗ്രമായ തീരപ്രദേശത്തെ സുരക്ഷാ സംവിധാനങ്ങളിലെ ഏറ്റവും പ്രധാന കണ്ണിയാണ് സാഗർ പ്രഹാരി ബാൽ. പ്രധാന ചുമതലകളിൽ ഒന്നാമത് തീരദേശ നിരീക്ഷണമാണ്. അതായത് തുറമുഖങ്ങളിലും പരിസര പ്രദേശങ്ങളിലും 24 മണിക്കൂറും പട്രോളിംഗ് നടത്തുക. രണ്ടാമതായി അതിവേഗ പ്രതികരണം. കടലിലൂടെയുള്ള നുഴഞ്ഞുകയറ്റം, കടൽക്കൊള്ള എന്നിവയ്ക്കെതിരെ പെട്ടെന്ന് തിരിച്ചടിക്കുക എന്നതാണത്. മൂന്നാമത്തേത് സുപ്രധാന കേന്ദ്രങ്ങളുടെ സംരക്ഷണമാണ്. നാവിക കേന്ദ്രങ്ങൾ, എണ്ണക്കപ്പലുകൾ, മറ്റു തന്ത്രപ്രധാന കേന്ദ്രങ്ങൾ എന്നിവയ്ക്ക് സുരക്ഷ നൽകുന്നു. നാലാമതായി തിരച്ചിലും രക്ഷാപ്രവർത്തനവും, കടലിലെ അത്യാഹിത സന്ദർഭങ്ങളിൽ സഹായമെത്തിക്കുക എന്നിവയാണ്. സാഗർ പ്രഹാരി ബാലിൻ്റെ ആയുധശക്തിയും സാങ്കേതിക വിദ്യയും സൈന്യത്തിൻ്റെ കർത്തവ്യങ്ങൾക്ക് മാറ്റുകൂട്ടുന്നു. അതിവേഗത്തിൽ സഞ്ചരിക്കാനാവുന്നതും അത്യാധുനിക ആയുധങ്ങൾ ഘടിപ്പിച്ചതുമായ ഫാസ്റ്റ് ഇൻ്റർസെപ്റ്റർ ക്രാഫ്റ്റുകൾ ഇവരുടെ കരുത്താണ്. രാത്രികാലങ്ങളിലും വ്യക്തമായ നിരീക്ഷണം സാധ്യമാക്കുന്ന തെർമൽ ഇമേജറുകൾ നൈറ്റ് വിഷൻ സുഗമമാക്കുന്നു. ലൈറ്റ് ആൻഡ് മീഡിയം മെഷീൻ ഗണ്ണുകൾ ഉപയോഗിച്ചുള്ള സായുധ പ്രതിരോധം, ശാരീരികവും മാനസികവുമായ പരിശീലനവും കരുത്തും കഠിനമായ സമുദ്ര സാഹചര്യങ്ങളിൽ ജോലി ചെയ്യുവാൻ സൈനികരെ പ്രാപ്തരാക്കുന്നു. വിവരങ്ങൾ ശേഖരിക്കുവാൻ ലോക്കൽ പോലീസുമായും കോസ്റ്റ് ഗാർഡുമായും സഹകരിച്ച് ഇൻ്റലിജൻസ് ഡേറ്റകൾ കൈമാറുന്നു. ഇന്ത്യയിലെ 12-ലധികം പ്രധാന തുറമുഖങ്ങളിൽ ഇന്ന് സാഗർ പ്രഹാരി ബാലിൻ്റെ സാന്നിധ്യമുണ്ട്. ഭാരതത്തിൻ്റെ സമുദ്ര സുരക്ഷയുടെ നട്ടെല്ലാണ് സാഗർ പ്രഹാരി ബാൽ. എപ്പോഴും ജാഗരൂകരായിരിക്കുക എന്ന ലക്ഷ്യത്തോടെ ഇവർ പ്രവർത്തിക്കുന്നതിനാൽ ഇന്ന് ഇന്ത്യയുടെ തീരങ്ങൾ സുരക്ഷിതമാണ്.